السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. بسم الله الرحمن الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. صدق الله العظيم. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ നമ്മുടെ ഈ മഹല്ലത്തിന്റെ ഗൗരവാധ്യക്ഷനായ, നാടിന്റെ നാനാഭാഗങ്ങളിലും പോയി ദീനീ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സാദാത്ത് തങ്ങൾ അവറുകൾ, അതുപോലെ ഇവിടെ കൂടിയ പണ്ഡിതന്മാർ, കമ്മിറ്റി ഭാരവാഹികൾ, ജമാഅത്തുകാർ, പിഞ്ചോമന മക്കൾ, മുതഅല്ലിമീങ്ങൾ, ഉമ്മപെങ്ങന്മാർ, അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിന്റെ ഖാദിയായിരുന്ന ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് ഫളിൽ കോയമ്മ തങ്ങൾ അവരുടെ അനുസ്മരണ മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ തുർക്കളിക്കനെ സംബന്ധിച്ചിടത്തോളം ഖുറത്തു സാദാത്ത് തങ്ങളോടുള്ള ബന്ധം അത് ചെറിയ ബന്ധമല്ല. ഞാൻ പല മഹല്ലത്തിരിക്കുമ്പോഴും അവിടെ തങ്ങൾ ഖാദിയായിരുന്നു. പക്ഷേ നിരന്തരമായി ആ ഒരു മഹല്ലുമായുള്ള ബന്ധം അതുണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഉദ്ഘാടനത്തിനോ പരിപാടിക്ക് ഇങ്ങനെ വിളിക്കും, തങ്ങൾ വരും, പോകും. ഈ തുർക്കൾക്ക് അങ്ങനെയല്ല. എനിക്കറിയാം, ഇവിടെ ഈ പള്ളിന്റെ പണികളൊക്കെ നടക്കുമ്പോൾ, ഇവിടുത്തെ മറ്റുള്ള ഏതൊരു പരിപാടി നടക്കുമ്പോഴും ബഹുമാനപ്പെട്ട തങ്ങളോട് ചോദിക്കാതെ ഇവിടെ ഒന്നും ഈ കമ്മിറ്റിക്കാർ, ഈ ജമാഅത്തുകാർ ചെയ്തിട്ടില്ല. എനിക്കറിയാം. ഏതുവരെ എന്ന് പറഞ്ഞ അവർ ടോയ്ലറ്റിന്റെ പണിയെടുക്കുമ്പോൾ പോലും അതിന്റെ വാതിൽ എങ്ങനെ വെക്കണം എല്ലാം തങ്ങളോട് ചോദിച്ചിട്ടാണ് ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ ഒക്കെ നടത്തിയിരുന്നത്. അങ്ങനെ ഒരു അഭേദ്യമായ ബന്ധം ഈ നാട്ടിനോട് ബഹുമാനപ്പെട്ട തങ്ങൾക്കുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, ഏറ്റവും വലിയ സന്തോഷം, അവസാന സമയത്ത് നമ്മുടെ പള്ളിയിലേക്ക് വന്ന് ഒരു പുതിയ ജനറൽ ബോഡിക്ക് നേതൃത്വം നൽകി. അൽഹംദുലില്ലാഹ്, നല്ല സന്തോഷത്തോടു കൂടി, ഒരു ദേശവും പിടിക്കാതെ, ഒന്നുമില്ലാത്ത ബഹുമാനപ്പെട്ട സാദാത്തങ്ങളും ഒന്നിച്ചുണ്ടായിരുന്നു. അവസാനം കമ്മിറ്റി ഭാരവാഹികളെല്ലാം എടുത്ത് എല്ലാവർക്കും ദുആ ചെയ്ത് അതിന്റെ പുസ്തകങ്ങളെല്ലാം അങ്ങോട്ടും കൈമാറി അവസാനം ഭക്ഷണം കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ നാട്ടിൽ നിന്ന് പിരിഞ്ഞുപോയത് നമുക്ക് എല്ലാവർക്കും വലിയൊരു സന്തോഷമാണ്. നേരെ മറിച്ച് എന്തെങ്കിലും ഒരു അരിശത്തിൽ പെട്ടെന്ന് പോയിരുന്നുവെങ്കിൽ, ആ പെട്ടെന്ന് മരിച്ചപ്പോൾ നമുക്കൊക്കെ വലിയ ദുഃഖമാവുമായിരുന്നു. നമ്മളോട് ദേഷ്യപ്പെട്ടിട്ട് പോയല്ലേ, തങ്ങൾ മരിച്ചല്ലേ, ഇനി പൊരുത്തങ്ങേക്കാനുള്ള ഒരു അവസരമില്ലല്ലോ എന്നൊക്കെ നമുക്കൊരു ദുഃഖം ഉണ്ടാവുമായിരുന്നു. അൽഹംദുലില്ലാഹ്, ഈ അവസാനത്തെ വരെ അത് ഉണ്ടായിട്ടില്ല. അല്ലാഹു തആല അവിടുത്തെ ദറജ അല്ലാഹു തആല ഏറ്റി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സുദീർഘമായി ഒന്നും ഞാൻ പറയുന്നില്ല. ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ മധുഹുകൾ നമ്മുടെ തുർക്കളിക്കയിൽ മാത്രമല്ല, നാടിന്റെ നാനാ ഭാഗങ്ങളിലും അവിടുത്തെ അനുസ്മരണ പ്രസംഗങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. വാട്സാപ്പിലൂടെ, ഓൺലൈനിലൂടെ നാം സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്നു, എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഖുറത്ത് തങ്ങളുടെ അളിയനാകുന്ന ബഹുമാനപ്പെട്ട കുമ്പോൾ തറവാട്ടിലെ പ്രമുഖൻ ആറ്റക്കോയ തങ്ങൾ സഅദിയയിൽ നീണ്ട പ്രസംഗം നടത്തിയത് നമുക്ക് കേട്ടിട്ടുണ്ടാകാം. അവിടുന്ന് പറഞ്ഞത്, എന്റെ അളിയൻ എനിക്ക് കല്യാണം കഴിക്കുമ്പോൾ ഒരു 12 or 13 വയസ്സായിട്ടുള്ളൂ. അന്ന് കോയമ്മ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അങ്ങനെ ചെറിയ ഒരു അസുഖം ഒക്കെ ഉണ്ടായിട്ടപ്പോൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ബഗ്ദാദിലൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ നിർത്തിയിരുന്നു ചികിത്സ മാറാൻ വേണ്ടി. അങ്ങനെ അൽഹംദുലില്ലാഹ് അതെല്ലാം മാറി, ഉള്ളാളത്ത് പഠിച്ച് അവിടെ ബിരുദമെടുത്ത് അവിടെ തന്നെ സേവനം അനുഷ്ഠിച്ചു. അങ്ങനെ അവസാനം കുമ്പോൾ തങ്ങൾ പറഞ്ഞതാണ്, എനിക്ക് ബാപ്പാന്റെ അടുത്ത് നിൽക്കാൻ സാധിക്കുന്നില്ല, അതൊന്നും എനിക്ക് വേറെ ചെറിയൊരു ജോലി വേണം. അങ്ങനെ അവിടെ നിന്ന് മാറി
അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കാജൂറുകാർ വന്നിരുന്നു. അങ്ങനെ കൂറത്തിന്റെ ആളുകൾ പോയപ്പോൾ അവിടേക്ക് അവിടുന്ന് ബഹുമാനപ്പെട്ട ആറ്റക്കോയ തങ്ങളാണ് കൂറത്ത് നിർത്തിയത്. അങ്ങനെ ആ തങ്ങളെ പറ്റി ബഹുമാനപ്പെട്ട ആറ്റക്കോയ പറഞ്ഞത്, വളരെ വേഗതയിൽ അറിയപ്പെട്ടു, വളരെ വേഗതയിൽ അസ്തമിച്ചു പോയു എന്റെ അളിയാക്ക. വേഗതയിലാണ് അറിയപ്പെട്ടത്. ബഹുമാനപ്പെട്ടവർക്ക് താജുൽ ഉലമയുടെ ആ പൊരുത്തം, അതിന്റെ പുറമെ പൊരുത്തത്തിന്റെ പുറമെ അവിടെ നിന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് അവിടുത്തെ പൊന്നാര ഉമ്മ മരണപ്പെട്ടതിന്റെ ശേഷമാണ്. ഉമ്മയുടെ മുഴുവൻ പൊരുത്തങ്ങളും ആ മകനാകുന്ന ബഹുമാനപ്പെട്ട ഫദ്ൽ കോയ തങ്ങൾക്ക് കിട്ടി. അതിന്റെ ശേഷമാണ് തങ്ങൾ അറിയപ്പെടാൻ തുടങ്ങിയത്. പൊരുത്തം മാത്രം കിട്ടിയതല്ല, തങ്ങളുടെ ആ നിഷ്കളങ്കമായ ഹൃദയം, ഇഖ്ലാസുള്ള ജീവിതം. 1000 ആള് കൂടിയാലും ഒരാള് കൂടിയാലും തങ്ങളുടെ ദുആയിലോ മറ്റോ ഒരു മാറ്റമില്ല. ചില ആളുകൾ തോന്നിയുണ്ടെങ്കിലേ അവർ പ്രസംഗിക്കൂ, അല്ലെങ്കിൽ ദുആ ചെയ്ത്, അവരുടെ അങ്ങനെ ഒരു സ്വഭാവമാണ്. പലർക്കും അങ്ങനെ കഴിയില്ല. ആളുകൾ എതിർ കണ്ടില്ലെങ്കിൽ പ്രസംഗിക്കാൻ കഴിയില്ല. അത് ഒരു കിബറൊന്നുമല്ല, അത് ചിലപ്പോൾ അങ്ങനെയാണ്, ഓരോരോ വ്യക്തികളുടെ സ്വഭാവമാണ്. പക്ഷേ കൂറത്ത് സദാത്ത് തങ്ങളുടെ ആ ഒരു ജീവിതം അങ്ങനെയല്ല. നേരത്തെ ഇവിടെ ഉണർത്തിയതുപോലെ ഏത് സമയത്തും ഇടയ്ക്കിടക്ക് ആഖിറത്തിനെ പറ്റി ചിന്തിക്കുന്ന ആ ഒരു ഉത്ബോധനം, ഉപദേശങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമുക്ക് നടത്തിയിരുന്നു. അങ്ങനെ ബാപ്പയുടെ പൊരുത്തം, ഉമ്മയുടെ പൊരുത്തം, അവിടെ നിന്ന് സ്വന്തമായുള്ള ആ ഇഖ്ലാസുള്ള ജീവിതം ഒക്കെ നയിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് അവിടുത്തെ ആ ഒരു വ്യക്തിക്കല്ല, ലോകത്തിന്റെ 4 ഭാഗത്തിലേക്കുമുള്ള നേതൃത്വം അൽഹംദുലില്ലാഹ്. എക്സാം വരുമ്പോൾ ഓർമ്മയാകുന്ന കൂറത്ത് തങ്ങളെടുക്കലാണ്. ഞാനൊരു സ്റ്റേജിൽ തങ്ങളെടുത്തു കൂടിയപ്പോൾ സുബ്ഹാനല്ലാഹ് ഒരുപാട് പേനകൾ തങ്ങളുടെ മുമ്പിലേക്ക് വന്നു. നോക്കുമ്പോൾ SSLCയും ഡിഗ്രിയും എഴുതുന്ന വിദ്യാർത്ഥികളാണ് തങ്ങളുടെ മുമ്പിൽ. അവിടുത്തെ ഒരു ഊത്തിനു വേണ്ടി പേനകളും, അൽഹംദുലില്ലാഹ് വെള്ളത്തിന്റെ ബാട്ടലിക്ക് കണക്കില്ലല്ലോ. തങ്ങളെ കാണുമ്പോൾ എല്ലാവരും ബാട്ടലി എടുക്കുന്നു. അവിടെ താപലാതി പറയുന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ ഓർക്കുകയാ, ഒരിടത്ത് ഒരു ബോർ വിടാൻ വേണ്ടി തങ്ങളോട് സമ്മതം ചോദിച്ചു. അങ്ങനെ വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ സുബ്ഹാനല്ലാഹ് 400 ഫീറ്റും കഴിഞ്ഞ് അതിന്റെ അപ്പുറം പോയി. അപ്പോൾ പറഞ്ഞു, ഇനി എടുക്കാൻ കഴിയില്ല, വെള്ളം കിട്ടൂല എന്നാ അതിന്റെ എടുക്കുന്ന ആളുകൾ പറഞ്ഞു. അപ്പൊ തങ്ങളോട് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, അടിക്കടാ പോട്ടെ എന്ന് പറഞ്ഞു, വെള്ളം കിട്ടും. പിന്നെയും അടിച്ചിട്ട് അങ്ങനെ 470 എത്തുമ്പോൾ സുബ്ഹാനല്ലാഹ് പിന്നെ വെള്ളത്തിന്റെ കൺട്രോൾ ഇല്ല. പറയുന്നതിന് എടുക്കാൻ കഴിയുന്നില്ല, വെള്ളത്തിന്റെ ഫോഴ്സിൽ അത്രയും പ്രവസിൽ വെള്ളം വരുന്നുണ്ട്. അങ്ങനെ നിലക്ക് ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് ഉറത്തു സാദാത്ത് തങ്ങളെ പറയാനുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവിടുന്ന് ഇത്രയും വേഗവും നമ്മമായി വിട്ടുപിരിഞ്ഞു പോകുമെന്ന് നാം ആരും മനസ്സിലാക്കിയില്ല, ഓർത്തില്ല. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ നമ്മുടെ പാനമംഗളൂരിൽ 1000ങ്ങളോളം വരുന്ന സഖാഫികളെ ഒന്ന് കാണാൻ വേണ്ടി സാഗർ ഓഡിറ്റോറിയത്തിൽ വന്നപ്പോൾ നാമൊക്കെ പല മീറ്റിംഗിലായിരുന്നു. ഖുറത്ത് തങ്ങൾക്ക് സീരിയസ് ആണെന്നാണ് പറഞ്ഞു. പക്ഷെ ആരും അത് ഉൾക്കൊണ്ടില്ല. ഖുറത്ത് തങ്ങൾ സീരിയസ്, അങ്ങനെ ഒരു ചെറിയ രോഗമെങ്കിലും മുന്നേ അറിഞ്ഞിട്ട് വേണ്ടേ നമുക്കൊരു സീരിയസ് ആകണമെങ്കിൽ. ആരും അത് ഒരു കണക്കിലെടുത്തില്ല. പക്ഷേ അവസാനമായി സംഭവം അത് പുലർന്നത് തന്നെയാ. മരണപ്പെട്ടു എന്നാണ് അവസാനമായി നമുക്ക് കിട്ടിയ വാർത്തകൾ. അന്ന് ശൈഖുനാ സുൽത്താനുൽ ഉലമ സാഗർ ഓഡിറ്റോറിയത്തിൽ 1000-ഓളം വരുന്ന കർണാടക സഖാഫികളെ അവിടെ ഒരുമിച്ച് കൂട്ടി തങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ ദുആ നടത്തുകയും അവിടത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മറ്റുള്ള തഹ്ലീലുകളോ ഖുർആനൊക്കെ ഹദീ ചെയ്യുകയും അവിടുത്തെ നമ്മുടെ നീണ്ട പരിപാടി വളരെ വേഗത്തിലാക്കി ചുരുക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് ഉള്ളാളത്തിൽ പോയി തങ്ങളെ ജനാസ കാത്തിരിക്കുകയാണ്. എന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തങ്ങളുടെ താജുൽ ഉലമയുടെ മരണം സംഭവിച്ചപ്പോൾ ഈ കർണാടകയുടെ 4 ഭാഗത്തിൽ നിന്നും എട്ടിക്കുളത്തിന്റെ മണ്ണിലേക്ക് ഓടിയ വാഹനങ്ങളുടെ കണക്ക് നമുക്കാർക്കും പറയാൻ കഴിയില്ല. ഞാൻ തന്നെ ഒരു വാഹനം നിർത്തിയിട്ട് എത്ര കിലോമീറ്ററാണ് രാത്രി നടന്നത് നമുക്ക് പറയാൻ കഴിയില്ല. ആ നിലക്ക് തങ്ങളുടെ ഒരിടത്ത് ഒരു ജനാസ അവിടെ ഉണ്ടായപ്പോൾ അത്ര ആളുകൂടി. പക്ഷേ നമ്മുടെ കൂറ തങ്ങളുടെ ആ ജനാസയെങ്കാലും നമ്മുടെ കർണാടകത്തിന് ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിരുന്നുവെങ്കിൽ നമുക്കവിടെ ആളുകളെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ കെട്ടിക്കുളത്ത് വലിയ സാഗരം അവിടെ നടന്നു, നിസ്കാരം നടന്നു. അതിന്റെ പുറമെ ബഹുമാനപ്പെട്ടവർ ജനറൽ സെക്രട്ടറി ആയിരുന്ന സൗദിയിൽ വെച്ച്
അവിടെയും ആയിരക്കണക്കിലുള്ള ആളുകൾ നിസ്കാരവും മറ്റും ജനാദവും ഒക്കെ അവിടെ നടന്നു. അതിന്റെ ശേഷം ഉള്ളാളയിൽ പോയ ആളുകൾ പറയുന്നു, കാലിടാൻ സ്ഥലമില്ല, വാഹനം നിർത്താൻ സ്ഥലമില്ല, ആർക്കും നോക്കാൻ കഴിയാത്തൊരവസ്ഥ. അവിടെയും അതാ ജനസാഗരം നിന്നില്ല. ഞങ്ങളൊക്കെ ഈ ഭാഗത്തുള്ളവർ പോയത് മറ്റുള്ള കൂറത്തിലേക്കാൾ. സുബ്ഹാനല്ലാഹ്, അവിടെയും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ആ നിലക്ക് ജനസാഗരങ്ങളോട് കൂടി ഒരു പുതിയ ആപ്പിള പോകുന്നത് പോലെ കബറിലേക്കതാ പോയി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവിടെ ഇന്നും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദർസിന്റെ വിദ്യാർത്ഥികൾ ഇന്നലെ പോയി, അവിടെ മുഞ്ഞാന്ന് പോയി, ഒരു ദിവസം ഖുർആൻ ഓതി ഇന്നലെ തിരിച്ചു വന്നതാണ്. അങ്ങനെ നാട്ടിലുള്ള 4-ാം ദർസിന്റെ മുതഅല്ലിമീങ്ങളും അവിടെ പോയി ഖുർആൻ ഓതി തങ്ങൾക്ക് ഖുർആൻ ഓതി അവിടുത്തെ ബറക്കത്തെടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആ തങ്ങളുടെ ഉപദേശങ്ങൾ നമുക്കിനി കേൾക്കാനില്ല. എങ്കിലും മുഅ്മിനീങ്ങളായ നമുക്ക് അചഞ്ചലമായ ഒരു വിശ്വാസമുണ്ട്. മരണത്തോടു കൂടി നാം ആരും മറക്കുന്നില്ല. അവിടുത്തെ നേതൃത്വം നമുക്ക് അസ്തമിക്കുന്നില്ല. മരിച്ചാൽ അതിനേക്കാൾ പവർ വർക്ക് കൂടുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവിടുന്നതാ ഖുറത്തു സദാത്ത്, ആ കൂറത്ത് മറഞ്ഞു കിടക്കുകയാണെങ്കിലും അവിടുത്തെ ആ ഒരു നേതൃത്വം, അവിടുത്തെ ബറക്കത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നും അതാ 17-ാം തീയതി ബഹുമാനപ്പെട്ട സുൽത്താനുള്ളവരൊക്കെ വന്ന് അവിടുത്തെ 40ന്റെ ചടങ്ങ് വിപുലമായ നിലക്ക് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട സാദാത്ത് തങ്ങൾ നേരത്തെ റൂമിൽ പറഞ്ഞു, കൂറത്തിന്റെ ആളുകൾ ഞങ്ങളടുത്ത് വന്നിരുന്നു, ഒരു 15,000 ആളെങ്കിലും ചുരുങ്ങിയിട്ടുണ്ടാകുമെന്നാണ് പറഞ്ഞത്. ആട്ടിറച്ചാണ്. ഇങ്ങനെ വലിയതൊരു ഭാരമേറിയ ചെലവക്കൾ ഉണ്ടെന്നാ തങ്ങളവറുകൾ പറഞ്ഞത്. അതൊക്കെ വിശദമായിട്ട് തങ്ങളോട് വിശദീകരിക്കും. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ മദ്ഹുകളും അനുഭവങ്ങളും പറഞ്ഞാൽ നമുക്ക് എണ്ണി തീർക്കാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നഷ്ടപ്പെട്ടതിന്റെ സ്ഥാനത്ത് നമുക്ക് ആ ഭാഗത്തുനിന്ന് നിർത്താനൊന്നും മറ്റൊന്നും ഇല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, എന്റെ ഇവിടെ കൂടിയ ജനങ്ങളെ, എല്ലാവരും നമുക്കൊരു പ്രയാസം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ഏതാണ് ആ പ്രാർത്ഥന? നമ്മൾ ഉറ്റവർ മരിക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ പലരും മരിക്കുമ്പോൾ നാം ദുഃഖിക്കേണ്ടതല്ല, നാം കരയേണ്ടതല്ല, നാം എപ്രാളപ്പെടേണ്ടവരല്ല. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചൊരു ദുആ, അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വഖ്ലുഫ്നി എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. വഖ്ലുഫ്ലി ഖൈറം മിൻഹാ എന്നുള്ളൊരു ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് പഠിപ്പിച്ച ദുആ? അല്ലാഹു എന്റെ ഈ പ്രയാസത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകണേ അല്ലാ, എനിക്ക് നീ ഖൈറായത് പകരം നൽകണേ അല്ലാ. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹാ, അവിടുത്തെ ഭർത്താവ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ നബി തങ്ങൾ പഠിപ്പിച്ച ഈ ദുആ പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വഖ്ലുഫ്ലി ഖൈറം മിൻഹാ എന്നുള്ള ദുആ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ദുആരന്നപ്പോൾ ഉമ്മു സലമ ചിന്തിച്ചു പോയി, ഞാൻ എന്താ ദുആരന്നത്? എന്റെ ഈ ഭർത്താവിനേക്കാൾ ഖൈറായ ഒരു ഭർത്താവോ എന്ന് ചിന്തിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലാണ് അവിടത്തേക്ക് രണ്ടാമത്തെ പുതിയ ആമ്പിളയായി കിട്ടുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് അബൂ തൽഹനേക്കാൾ മുന്തിയ ആളാണെന്ന് ആർക്കും പറയേണ്ടതില്ലല്ലോ. ആ നിലക്ക് നമുക്കൊരു പ്രയാസം വരുമ്പോൾ ആ പ്രയാസത്തിൽ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും നാം ഓർത്ത് നാം അങ്ങ് ദുആ ചെയ്യുമ്പോൾ അതിന് പകരമായ അല്ലാഹു തആല നമുക്ക് നൽകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയത് മഹാനായ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ഈ ലോകത്ത് ഉപകാരപ്പെടുന്ന ഒരു സ്വാലിഹായ സൽക്കർമ്മമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവരുടെ പേരിൽ ഒരു അനുസ്മരണ ഉണ്ടെന്ന് ഇവിടെ കമ്മ്യൂണിറ്റി ഭാരവാഹികൾ തീരുമാനിച്ച് എന്നോട് പറഞ്ഞു, വെള്ളിയാഴ്ച ഒരു ജനങ്ങളോടൊരു കലക്ഷൻ നടത്തണമെന്ന്. അൽഹംദുലില്ലാ, താജുൽ ഉലമന്റെ കലക്ഷൻ നടത്തുമ്പോഴും ഖുറത്തു സാദാത്തിന്റെ കലക്ഷൻ നടത്തുമ്പോഴും അൽഹംദുലില്ലാ വായി തുറക്കാനേ കാത്തിരിക്കുന്നു ജമാഅത്തുകാർ, കമ്മിറ്റിക്കാർ. അൽഹംദുലില്ലാ, ഇറച്ചികളും അരികളും പണങ്ങളുമായി ഒരുപാട് നാം വിചാരിച്ചതിനേക്കാൾ കൂടുതൽ അതിവിടെ എത്തുകയാണ്. അതൊക്കെ ഈ നാട്ടുകാരോ തങ്ങന്മാരോടും ആലിമീങ്ങളോടും കാട്ടുന്ന സ്നേഹത്തിന്റെ ഭാഗമാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. നാട്ടിൽപ്പെട്ട ഒരുപാട് ഉസ്താദന്മാർ പ്രത്യേകമായി ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ്, ഞങ്ങൾക്ക് ഇന്ന് മദ്രസ ഉള്ളത് കൊണ്ട്
ഇന്നത്തെ പരിപാടിക്ക് എത്താൻ കഴിയുന്നില്ല. അവരും മരച്ചുകളും മരീകളും ഒക്കെ ഇവിടെ എഴുതിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ തങ്ങന്മാർ ദ്വാരക്കുമെന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇന്നത്തെ ഇരിക്ക് വേണ്ടി തഹ്ലീൽ ചൊല്ലിയിട്ടുണ്ട്. നമ്മളെ മുഹമ്മദ് ഒരു 20,000 തഹ്ലീല്, ബിലാല് മറ്റേ ഈസുബാജി 15,000 തഹ്ലീല്, സുലൈമാൻ ബദിയാർ തഹ്ലീല് 11,500, യാസീൻ 25, ഇങ്ങനെ ജൈനാബു 5,000 ദിക്ർ, അതുപോലെ തന്നെ തഹ്ലീല് 37,000, 39,100, അതേപോലെ തന്നെ മറ്റേ തഹ്ലീല് 1,000, 17 യാസീന്, ഇങ്ങനെ 25, 30 ഇങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. മദ്രസിന്റെ മക്കൾ പറഞ്ഞിട്ടുണ്ട്, നാട്ടിന്റെ പെണ്ണുങ്ങൾ, ഉമ്മ പങ്ങന്മാർ, ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും കണക്ക് എല്ലാവർക്കും അള്ളാഹ്ക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. അവസാനമായി ബഹുമാനപ്പെട്ട സാദാത്യങ്ങളും മറ്റുള്ള കുറച്ചതാങ്ങളുടെ മകനും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കും. പിന്നെ ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ കൊല്യ മമ്മദാക്കന്റെ ഭാര്യ ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് നാളെ ഒരു ഓപ്പറേഷൻ ഉണ്ട്, 500 രൂപ സംഭാവിച്ചിട്ടുണ്ട്. അള്ളാഹു താല സന്തോഷത്തിലാ കൊടുക്കട്ടെ. തങ്ങന്മാർ ദ്വാരക്കും. അതുപോലെ തന്നെ നമ്മുടെ മദ്രസയിൽ പഠിച്ചിരുന്ന കൊല്യ ദാവൂദാക്ക സുഖമില്ലാതെ പുരയിലുണ്ട്. അയാളെ മകൻ ഒരു ആക്സിഡന്റ് ആയിപ്പെട്ടിട്ട് നാളെ ഒരു ഓപ്പറേഷൻ നടത്തുകയാണ്. അത് ഒന്ന് സക്സസ് ആയി കിട്ടാൻ വേണ്ടി ഇവിടെ 313 സംഭാവന നൽകിയിട്ടുണ്ട്. അള്ളാഹു സംഭാവനയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു എല്ലാ സന്തോഷത്തിലാ കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് തങ്ങന്മാർ ദുആ ചെയ്യും.